സംസാരിച്ചിരുന്നതാണ്. ആളുകൾ കാണുന്ന ചർച്ചയാണ്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നീ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നോ? മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുള്ളപ്പോൾ 169 കോടി രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണോ? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നേ. അത് വഴിമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്നതിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി എന്നുള്ളത് വീട്ടിലേക്ക് പ്രസംഗിക്കാൻ വിളിക്കണം. ആളുകൾ കാണുന്ന ചർച്ചയാണ്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നീ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിരുന്നോ? വൃത്തികേട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വക മാറ്റി ചെലവഴിച്ച വ്യക്തിയുടെ പേരാണ് വീണ ജോർജ്, മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ, നശിച്ച സർക്കാരിന്റെ എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി സിപിഎമ്മിന്റെ സർക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാവപ്പെട്ട അമ്മമാരുടെ നീതികേട് കാണിച്ച സർക്കാരിന്റെ പേരാണ് സിപിഎം. നിങ്ങൾ പറഞ്ഞില്ലേ വാഗ്ദാനം കൊടുത്താൽ വയറ് നിറയില്ലെന്ന്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാഗ്ദാനം കൊടുത്തത്? ഏത് ഫണ്ട് കേന്ദ്രം അനുവദിച്ചത് വക മാറ്റി ചെലവഴിച്ചു എന്നാണ് ചോദിച്ചത് ശ്രീ ഉല്ലാസ് ബാബു. ഏത് ഫണ്ടാണ് വകമാറ്റി ചെലവഴിക്കാത്തത്? 35% മാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബാക്കിയുള്ള പൈസയുടെ കണക്ക് ഇത്ര കാലമായി കൊടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ പേരിലാണ് 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കരാറിൽ ഇവർ ഒപ്പിടാത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഇവർ ഒപ്പിടാത്തത്? രണ്ടാം ഘട്ടത്തിൽ ഒപ്പിടാത്തത്? എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പൂർത്തിയാവുകയാണ്.